നിങ്ങളുടെ IT സ്റ്റോക്ക് പോർട്ട്ഫോളിയോയെ പറ്റിയിട്ടുള്ള ഓവർവ്യൂ എന്താണ്? ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത ഒരു വലിയ അപകടത്തിലേക്ക് നിങ്ങളുടെ IT സ്റ്റോക്ക് പോർട്ട്ഫോളിയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായിട്ട് വിപ്രോ, TCS, ഇൻഫോസിസ് പോലെയുള്ള പേരുകൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു. അവരുടെ മോഡൽ വളരെ സിമ്പിളും പവർഫുള്ളുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾക്ക് അൺബീറ്റബിൾ പ്രൈസിൽ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവറിനെ കൊടുക്കുക, ആ ഒരു മോഡൽ കോടിക്കണക്കിന് രൂപയുടെ വാല്യൂവും ലക്ഷക്കണക്കിന് ജോലി സാധ്യതകളും ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ബിസിനസിന്റെ അടിസ്ഥാനമായിട്ടുള്ള ബില്ലബിൾ ഹവേഴ്സ്, അതായത് മനുഷ്യന്റെ ജോലി സമയം വെച്ച് പണം വാങ്ങുന്നത് ഓട്ടോമേഷൻ കാരണം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ IT പോർട്ട്ഫോളിയോയെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡീറ്റെയിലിംഗിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫണ്ടമെന്റൽ ഷിഫ്റ്റിനെ കുറിച്ചാണ്. ഏജന്റിക് AI എന്ന് പറയുന്ന പുതിയ തരം ഇന്റലിജൻസ് നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മനുഷ്യരെ സഹായിക്കുക മാത്രമല്ല, അതിന് മുഴുവൻ വർക്ക് ഫ്ലോയെയും റീപ്ലേസ് ചെയ്യാനും ജോലിയുടെ ഡെഫിനിഷൻ തന്നെ മാറ്റിമറിക്കാനും കഴിയും. ഇത് ഇൻവെസ്റ്റേഴ്സിനെയും ലക്ഷക്കണക്കിന് IT പ്രൊഫഷണൽസിനെയും ഒരുപോലെ പേടിപ്പെടുത്തുന്ന ആ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യൻ IT ഭീമന്മാരെ ഉണ്ടാക്കിയ ആ ഒരു ബിസിനസ് മോഡൽ ഇപ്പോൾ തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ വീഡിയോയിൽ ഏജന്റിക് AI യഥാർത്ഥത്തിൽ എന്താണെന്നും ഈ ഒരു ഏജന്റിക് AI ഭീമന്മാർ അത് കൈപ്പിടിയിൽ ഒതുക്കാൻ എങ്ങനെ കോമ്പറ്റ് ചെയ്യുന്നു എന്നും, ചെറുതും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുമുള്ള ഒരു കോമ്പറ്റീഷൻ ഇവരുടെ സ്ഥാനം തട്ടിയെടുക്കുന്നതിന് മുൻപ് ഇവർക്ക് മാറാൻ കഴിയുമോ എന്നുകൂടി നമുക്ക് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇന്ത്യൻ ITയുടെ ഫോർമുല വളരെ സിമ്പിളും അല്ല സൂപ്പർ പവർഫുള്ളും ഒക്കെ ആയിരുന്നു. എക്കണോമിസ്റ്റ്, ലേബർ ആർബിട്രേജ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഇത് ബിൽഡ് ചെയ്തിരുന്നത്. അതായത് ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ലണ്ടനിലോ ഉള്ള കമ്പനിക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ഒക്കെ വേണമായിരുന്നു. കോസ്റ്റ്ലി ആയിട്ടുള്ള ലോക്കൽ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നതിന് പകരം അവർ TCS അല്ലെങ്കിൽ വിപ്രോ പോലുള്ള ഒരു കമ്പനിയുമായിട്ട് കോൺടാക്ട് ഉണ്ടാക്കി ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ഒരു ടീമിനെ ഒരു ചെറിയ കോസ്റ്റിൽ കിട്ടുന്ന രീതിയിലേക്ക് മാനേജ് ചെയ്തിരുന്നു. ഇത് ബില്ലബിൾ അവർ മോഡൽ ഉണ്ടാക്കി അവിടെ റവന്യൂവിൽ ഒരു പ്രോജക്റ്റിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നതുമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ആയിരുന്നു ഈ ഒരു കാൽക്കുലേഷൻ. അതൊരു ഗോൾഡ് മൈൻ തന്നെയായിരുന്നു. ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ മെയിൻ റവന്യൂ സോഴ്സ് ആക്കി മാറ്റി. എന്നാൽ മുഴുവൻ മോഡലും ഒരു അസംഷനിലാണ് നിലനിന്നിരുന്നത്. കോംപ്ലക്സ് എന്നാൽ പലപ്പോഴും റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ ഒരു കൂട്ടർ മനുഷ്യർ തന്നെ വേണം എന്നുള്ള ആ ഒരു അസംഷൻ. അപ്പോൾ ആ ഒരു അസംഷനെയാണ് ഏജന്റിക് AI അതിന്റെ കോറിൽ തന്നെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഏജന്റിക് AI? ഒരു സിമ്പിൾ ചോദ്യത്തിന് ഉത്തരം തരുന്ന ചാറ്റ്ബോട്ട് അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് കോഡ് സജസ്റ്റ് ചെയ്യുന്ന ടൂള് പോലെയുള്ള അസിസ്റ്റീവ് AI നമുക്കെല്ലാം അറിയാം. നമ്മളിവിടെ ChatGPTയോ അല്ലെങ്കിൽ ജെമിനൈയോ ഒക്കെ ഉപയോഗിച്ച് നമ്മളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഏജന്റിക് AI സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനീഷ്യേറ്റീവ് എടുക്കാനും ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഹ്യൂമൻ സൂപ്പർവിഷനിൽ കോംപ്ലക്സ് മൾട്ടി സ്റ്റെപ്പ് ടാസ്കുകൾ ചെയ്യാനുമാണ്. എന്നാൽ നിങ്ങൾ ഒരു AI ഏജന്റിന് ഒരു കമാൻഡ് അല്ല കൊടുക്കുന്നത്, നിങ്ങൾ അതിനൊരു കോളാണ് കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒന്നാമത് സെയിൽ ഡേറ്റാബേസ് ആക്സസ് ചെയ്യുക, രണ്ടാമത് 6 മാസമായിട്ട് ഒന്നും വാങ്ങാത്ത കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക, മൂന്നാമത് ഓരോരുത്തർക്കും ഒരു ഡിസ്കൗണ്ട് ഇമെയിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്: ഇന്ററാക്റ്റീവ് കസ്റ്റമേഴ്സിനെ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ആ ഏജന്റ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കും, ശരിയായ ടൂൾസ് ആക്സസ് ചെയ്യും, അനാലിസിസ് നടത്തും, ഇമെയിൽ ഉണ്ടാക്കും, ക്യാമ്പയിൻ റൺ ചെയ്യും, പോകെ പോകെ സ്വയം ലേൺ ചെയ്യുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് വെറും ഒരു ടൂൾ അല്ല, ഇതൊരു ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ വർക്കർ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ഡിജിറ്റൽ വർക്കേഴ്സിനെ ഇന്ത്യൻ IT പതിറ്റാണ്ടുകളായിട്ട് സർവീസ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട എന്റർപ്രൈസസ് പ്രോസസ്സിലേക്ക്, അതായത് സെയിൽസ്, HR, ഫിനാൻസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലുള്ളവയിലേക്ക് നേരിട്ട് പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് 10 പേരുടെ ഒരു ടീം ചെയ്യേണ്ടിയിരുന്ന ഒരു ജോലി ഒരു സോഫ്റ്റ്വെയർ ലൈസൻസിന്റെ ചെലവിൽ ഒറ്റ AI ഏജന്റിന് 24/7 ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എക്സിസ്റ്റൻസ് ത്രെട്ട്. ഇത് ഹ്യൂമൻ വർക്കേഴ്സിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ലെവലിൽ അവരുടെ ആവശ്യം തന്നെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ത്രെട്ടിന്റെ മുന്നിൽ വിപ്രോയും TCSഉം പതുക്കെ ഒരു തകർച്ച ഇമാജിൻ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ ആ കഥയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ഒരു കമ്പനികൾ വെറുതെ ഇരിക്കുകയല്ല, അവർ വലിയൊരു ഷിഫ്റ്റിന്റെ നടുവിലാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് മാറി ഡിജിറ്റൽ ക്യാപിറ്റൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നവരായിട്ട് മാറാൻ അവർ ശ്രമിക്കുകയാണ്. തങ്ങളെ വിക്ടംസ് ആയിട്ടല്ല, മറിച്ച് ഈ ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫോണ്ടയർ ഫേംസ് ആയിട്ടാണ് സ്വയം പൊസിഷൻ ചെയ്യുന്നത്. അവിടെ ഒരു കമ്മിറ്റ്മെന്റിന്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 2025 അവസാനം വന്ന വലിയ മൂവ്സിൽ ഇൻഫോസിസ്, TCS, വിപ്രോ പോലുള്ള വലിയ കമ്പനികൾ ഒരുമിച്ച് 2 ലക്ഷത്തിലധികം മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് ലൈസൻസുകൾ ഡിപ്ലോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ എംപ്ലോയീസിന് പുതിയ ടൂൾ കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നില്ല അവർ പറഞ്ഞത്. ഇത് ഒരു എന്റർപ്രൈസസ് AIക്ക് വേണ്ടി ഒരു വലിയ റിയൽ വേൾഡ് ടെസ്റ്റിംഗ് ലാബ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സ്വന്തം വർക്ക് ഫ്ലോസിന്റെ കോറിലേക്ക് AI ഏജൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ വിപ്രോയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കുറച്ചുകൂടി പവർഫുൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അതായത് TCS, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ റീഇമാജിൻ ചെയ്യാനും ഡെവലപ്പർ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും AI ഉപയോഗിച്ച് ക്ലയന്റുകളെ എക്സ്പെരിമെന്റുകളിൽ നിന്ന് ഫുൾ സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് മാറ്റുകയുമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. റീറ്റെയിൽ പോലെയുള്ള സെക്ടേഴ്സിലെ ക്ലയന്റുകളെ മാർക്കറ്റിലെ മാറ്റങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനും കോംപ്ലക്സ് ഡിസിഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാനും സഹായിക്കുന്ന AI ലെഡ് സൊല്യൂഷൻസ് TCS ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ജനറേറ്റീവ് AI ഉപയോഗിച്ച് ഫ്രോഡ് ഡിറ്റക്ഷൻ പോലെയുള്ള ചലഞ്ചസിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും അവർ ആക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫോസിസും അതുപോലെയുള്ള ഒരു ബാറ്റിൽ പാത്തിൽ തന്നെയാണ്. അതിന്റെ ടോപ്പാസ് പ്ലാറ്റ്ഫോം വഴി റിലയബിൾ പ്രൊഡക്ഷൻ ഗ്രേഡ് AI ഏജൻസിന്റെ ഡെവലപ്മെന്റും ഡിപ്ലോയ്മെന്റും സ്പീഡപ്പ് ചെയ്യാൻ കമ്പനി ഒരു ഏജന്റിക് AI ഫൗണ്ടറി തുടങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ ക്ലൗഡുമായിട്ട് സഹകരിച്ച് ഡെവലപ്പ് ചെയ്ത ഹെൽത്ത് കെയർ മുതൽ മാനുഫാക്ചറിംഗ് വരെയുള്ള സെക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് 200-ലധികം എന്റർപ്രൈസസ് ഏജൻസിനെ ഇൻഫോസിസ് ഇതിനകം റിലീസ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ അല്ലെങ്കിൽ ഓപ്പൺ AI പോലെയുള്ള വലിയ ഒരു ഫണ്ടമെന്റൽ മോഡൽ ഉണ്ടാക്കുക എന്നല്ല ഇവരുടെ ഒരു സ്ട്രാറ്റജി. പകരം അവരുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത് ഇന്റഗ്രേഷനിലാണ്. ആ ഒരു റോ പവറിനെ എടുത്ത് ഒരു ഗ്ലോബൽ കോർപ്പറേറ്റിന്റെ കോംപ്ലക്സ് സ്ട്രക്ചറിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫാസ്റ്റ് മൂവിന് ഫ്യൂൽ ആകുന്നത് ഒരു ക്രൂഷ്യൽ ഫിനാൻഷ്യൽ ഫാക്ടർ തന്നെയാണ്. ഈ ഒരു പവർഫുൾ മോഡൽസിന്റെ പ്രവർത്തിക്കാനുള്ള കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2023 ഹൈ എൻഡ് AI പ്രോസസിംഗിന്റെ കോസ്റ്റ് വലിയ രീതിയിൽ കുറഞ്ഞു എന്നാണ് ഇൻഡസ്ട്രി അനാലിസിസ് കാണിക്കുന്നത്. ഇത്രയും വലിയ തോതിലുള്ള ഡിപ്ലോയ്മെന്റുകൾ പോസിബിൾ ആക്കുക മാത്രമല്ല പ്രോഫിറ്റബിൾ കൂടിയാക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്പനികളൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല, അവരുടെ മുഴുവൻ ബിസിനസിനെയും AI റൺ ചെയ്യാൻ പാകത്തിന് അടിമുടി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുകൂടി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ ഒരു ഡിസ്ട്രപ്ഷനെ ഓവർകം ചെയ്യാൻ ഇത് മാത്രം മതിയോ, അല്ലെങ്കിൽ ഇവർ നല്ല ഫാസ്റ്റ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പണത്തിനെ അഫക്ട് ചെയ്യുന്ന ടെക്നിക്കൽ ട്രെൻഡ്സ് ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഒരു ഇൻവെസ്റ്ററിന്റെ മൈൻഡിൽ നിന്ന് നമുക്ക് ഈ ഒരു ടെക്നോളജി ട്രാൻസ്ഫറിനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഏതൊരു ഇൻവെസ്റ്ററിന്റെയും മനസ്സിലുള്ള വലിയ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ പുതിയ ലോകത്ത് നിങ്ങൾ എവിടെയാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് ഭീമന്മാരുടെ കൂടെ നിൽക്കണോ, അതോ വളർന്നു വരുന്ന AI മാത്രം ഫോക്കസ് ചെയ്യുന്ന ചെറിയ സ്റ്റാർട്ടപ്പുകളെ നോക്കണം? ഉത്തരം അത്ര സിമ്പിൾ ഒന്നുമല്ല. കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആദ്യം വിപ്രോ, TCS പോലുള്ള വലിയ കമ്പനികളുടെ ആ ഒരു കേസ് നമുക്ക് നോക്കാം. അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരുടെ സൈസും ട്രസ്റ്റുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനുകളുമായിട്ട് അവർക്ക് ദശാബ്ദങ്ങളുടെ ബന്ധമുണ്ട്. ഈ ഒരു ക്ലയന്റുകൾ അവരുടെ ഏറ്റവും ക്രിട്ടിക്കൽ സിസ്റ്റത്തിന്റെ താക്കോൽ 2 വർഷം മാത്രം പ്രായമുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് കൈമാറാൻ അത്ര ഈസി ആയിട്ടൊന്നും പോകുന്നില്ല. അവർക്ക് ഒരു ഓൾറെഡി അറിയാവുന്ന പാർട്ണർമാരുടെ അടുത്തേക്ക് തന്നെ അവർ പോകും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഇന്ത്യൻ IT ഭീമന്മാർ ഫോർച്യൂൺ 500 കമ്പനികൾക്കുള്ള പ്രൈമറി AI ഇന്റഗ്രേറ്റേഴ്സ് ആകാൻ സ്വയം പൊസിഷൻ ചെയ്യുകയാണ്. ഇത് വളരെ വേഗം വളരാൻ പോകുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. ചില അനാലിസിസ് പ്രെഡിക്ട് ചെയ്യുന്നത് 2030 ആകുമ്പോഴേക്കും ഗ്ലോബൽ AI റിലേറ്റഡ് സ്പെൻഡിങ്ങും ഈ എക്കണോമിക് ഇമ്പാക്റ്റും ട്രില്യൺ കണക്കിന് ഡോളറുകളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. വിപ്രോ, TCS, ഇൻഫോസിസ് എന്നിവ ആ വലിയ മാർക്കറ്റ് ഷെയറിന്റെ ഒരു ഭാഗം പിടിച്ചെടുക്കാനുള്ള കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യുകയാണ്. ഡാറ്റ ഇതിനകം തന്നെ ഒരു ജമ്പ് കാണിക്കുന്നുണ്ട്. 2025 അവസാനത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം 93% ഇന്ത്യൻ ബിസിനസ്സുകളും തങ്ങളുടെ AI ഇൻവെസ്റ്റ്മെന്റുകളിൽ 3 വർഷത്തിനുള്ളിൽ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു റിട്ടേൺ കൊടുക്കുന്നത് ഈ വലിയ കമ്പനികൾ തന്നെയായിരിക്കും. എന്നാൽ മറ്റൊരു തരം കോമ്പറ്റീഷൻ വരുന്നത് ചെറുതും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡുമായിട്ടുള്ള AI കമ്പനികളാണ്. ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ലോ പോലെയുള്ള സ്പെസിഫിക് ഇൻഡസ്ട്രീസിന് വേണ്ടി സേഫ് ആയതും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഗ്രേഡ് ഏജന്റിക് സിസ്റ്റം ഉണ്ടാക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അവരുടെ അഡ്വാൻറ്റേജ്, സ്പീഡ്, ഫോക്കസ് ഇവയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് പഴയ ബിസിനസ് മോഡലിന്റെ പോലെയുള്ള വലിയ ഭാരമോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എംപ്ലോയീസിനെ റീട്രെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല. ഗവർണൻസ്, AI ഹാലുസിനേഷൻസ് കുറയ്ക്കുന്നത് പോലെയുള്ള ഏജന്റിക് AIയിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർക്ക് വളരെ വേഗത്തിൽ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റും. ഈ ചെറിയ കമ്പനികൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത്. വലിയ കമ്പനികൾ AI വിപ്ലവത്തിന്റെ ആ ഒരു ജനറൽ കോൺട്രാക്ടേഴ്സ് ആകാൻ ശ്രമിക്കുമ്പോൾ ഈ എക്സ്പേർട്സ് വിപ്ലവകരമായിട്ടുള്ള പുതിയ ടൂൾസിന്റെ ക്രിയേറ്റേഴ്സ് ആകാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി രണ്ടായിട്ട് തിരിയുകയാണ്. സ്റ്റേബിൾ ലോങ് ടേം ഗ്രോത്തും AI സേവനങ്ങളുടെ വലിയ രീതിയിലുള്ള ഉപയോഗത്തിനുള്ള ബെനിഫിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ IT ഭീമന്മാർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് നൽകുന്നത്. അവർ തങ്ങളുടെ ക്ലയൻസുകളായിട്ട് ആഴത്തിൽ ബന്ധമുള്ള AI പവർ ഹൗസുകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഹൈ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരും കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കും വളർന്നു വരുന്ന സ്പെഷ്യലൈസ്ഡ് ഏജന്റിക് AI കമ്പനികളുടെ എക്കോസിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ഗ്ലിംസ് നൽകുകയും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുകയും ഈ ഒരു ഏരിയയിൽ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും IT ബേസ്ഡ് ആയിട്ടുള്ള നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് കമ്പനികളും നമുക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. നമ്മൾ ചരിത്രപരമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലാണുള്ളത്. ഇന്ത്യൻ ഐടിയെ ഗ്ലോബൽ സ്റ്റേജിലേക്ക് എത്തിച്ച ലേബർ ആർബിട്രേജ് മോഡൽ ഓട്ടോണമസ് AI ഏജൻസിന്റെ വരവോടെ ഫണ്ടമെന്റലി ത്രട്ടൺ ചെയ്യപ്പെടുകയാണ്. ഒരു കാലത്ത് ഒരു കൂട്ടം ആളുകൾ വേണ്ടിയിരുന്ന ജോലി ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ അരികിലാണ്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ക്ലിയർ പാത്താണ് നമുക്ക് തരുന്നത്. ആദ്യത്തേതിൽ വിപ്രോ, TCS, ഇൻഫോസിസ് പോലെയുള്ള ഭീമന്മാർ അവരുടെ ഈ ഒരു ഷിഫ്റ്റ് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഗ്ലോബൽ എന്റർപ്രൈസസിന് ഒഴിവാക്കാൻ പറ്റാത്ത ഓർക്കസ്ട്രേഷൻ ആയിട്ട് മാറാൻ അവർ തങ്ങളുടെ വലിയ സൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അവർ ആളുകളെ കൊടുക്കുന്നതിൽ നിന്ന് ഡിജിറ്റൽ ബ്രെയിൻസ് കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ വാല്യൂ ചെയിൻ മുകളിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ സർവൈവ് ചെയ്യുക മാത്രമല്ല പുതിയ ഗ്രോത്തിന്റെ കാലഘട്ടത്തിലേക്ക് എൻട്രി ചെയ്യാൻ കൂടിയാണ് അവർക്ക് സാധ്യമാകുന്നത്. ആ രണ്ടാമത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവർ വളരെ സ്ലോ ആണ്. അവരുടെ ഒരു ലെഗസി സ്ട്രക്ചറിന്റെ ആ ഒരു വലിയ ഭാരവും വലിയൊരു വർക്ക് ഫോഴ്സിനെ റിട്ടേൺ ചെയ്യുക എന്നൊരു ചലഞ്ചസും കാരണം അവർ പുറകോട്ട് പോകുന്നു എന്നത് കൃത്യമായ കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ നോക്കേണ്ടത്. അതേസമയം ചെറുതും ഫാസ്റ്റും AI മാത്രം ഫോക്കസ് ചെയ്യുന്നതുമായിട്ടുള്ള പുതിയ കമ്പനികൾ മാർക്കറ്റിൽ ഏറ്റവും വാല്യുബിളും ഹൈ പ്രോഫിറ്റും ആയ ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കമ്പനികൾക്ക് ബേസിക് ഇന്റഗ്രേഷന്റെ ലോ പ്രോഫിറ്റ് കമോഡിറ്റി ജോലികൾ മാത്രം ബാക്കിയാവുകയാണ്. AI യുഗത്തിൽ ആർക്കിടെക്ട്സ് ആകുന്നതിന് പകരം അവർ പലപ്പോഴും അതിന്റെ പ്ലംബേഴ്സ് ആയിട്ട് മാറുകയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 30 വർഷം പവർ നൽകിയ മോഡലിന് അടുത്ത 30 വർഷത്തേക്ക് ടാങ്കിൽ ഫ്യൂവൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. ദ റേസ് ഹാസ് ബിഗൺ. അപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു? വിപ്രോയും TCSും അടുത്ത ഡേക്കേഡിലേക്കുള്ള എഞ്ചിൻ ബിൽഡ് ചെയ്യുകയാണോ അതോ അവർ ഒരു മുങ്ങുന്ന കപ്പലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ടെക്കിലെയും ഫിനാൻസിലെയും ഏറ്റവും വലിയ മാറ്റങ്ങളെ കുറിച്ച് മുൻപന്തിയിൽ നിൽക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.